യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ജീസസ് കോൾഡ് ഔട്ട് വിത്ത് എ ലൗഡ് വോയിസ്, ഫാദർ, into your hands I commit my spirit. When he had said this, he breathed his last. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി തുടർന്ന് അല്പസമയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്ന ചിന്തയ്ക്ക് കൊടുക്കുന്ന തലവാചകം, the final word Christ spoke from the cross. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ അന്ത്യമൊഴി, അന്ത്യവാക്ക്, ക്രൂശിലെ യേശുവിൻ്റെ അന്ത്യമൊഴി, അതിനെ പുരസ്കരിച്ചുകൊണ്ടാണ് തുടർന്ന് അല്പസമയം നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ, ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി തുടർന്ന് ഉള്ള അടുത്ത 40 മിനിറ്റ് സമയം നിങ്ങളെ എല്ലാവരെയും എല്ലാ സ്നേഹത്തോടും ആദരവോടും ഒരു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ദാസൻ എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെ നിയോഗിച്ചിരിക്കുകയാൽ ഒരു ടൂർ ഡയറക്ടർ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനെ ഞാൻ യേശുവിൻ്റെ കാൽവറിയിലേക്ക് ക്ഷണിക്കുകയാണ്. യെരുശലേമിന് നഗരവാതിലിന് പുറത്ത് ഗോൽഗോഥ എന്ന പേരുള്ള, കാൽവറി എന്ന മറുപേരുള്ള ആ കുന്നിൻ പുറത്ത് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം സംഭവിച്ച ആ ഇടത്തേക്ക് നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും യേശുവിൻ്റെ കാൽവറിയുടെ അടുക്കലേക്ക് നാം മനസ്സോടെ ഒന്ന് കടന്നു ചെല്ലണം. എവറി ഡേ we need to go to Calvary, where God so loved the world that he gave his one and only begotten Son, that whosoever believes in him should not perish but have everlasting life. ഓരോ ദിവസവും, ഓരോ പ്രഭാതത്തിലും, ഓരോ അന്തിയിൽ നാം ഉറങ്ങുവാൻ കിടക്കുമ്പോഴും യേശുവിൻ്റെ കാൽവറിയുടെ അരികിലേക്ക് നാം ഒന്ന് അടുത്തു വരണം. കാരണം അവിടെയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ഇടം, ആ സ്നേഹത്തിൻ്റെ പ്രദർശനശാലയാണ് ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ്. യേശുവിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ, എല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നവർ, യേശുവിൽ ആശ്രയം വയ്ക്കുന്നവർ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു തന്ന ഇടം അതത്രേ കാൽവറി. ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, every day we need to go to Calvary, where Christ was wounded for our transgression and bruised for our iniquities. ഓരോ ദിവസവും നാം യേശുവിൻ്റെ കാൽവറിയുടെ അരികിലേക്ക് വരണം. അവിടെയാണ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റവനെ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, അതിക്രമങ്ങൾ നിമിത്തം തകർന്നവനുമായ ക്രിസ്തുവിൻ്റെ ദർശനം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഞാൻ വീണ്ടും നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ യേശുവിൻ്റെ കാൽവറിയിലേക്ക് ഉണർത്തുകയാണ്. Every day we need to go to Calvary, where God demonstrates his own love for us in this, while we were yet sinners, Christ died for us. റോമർ 5:8 പൗലോസ് ശ്ലീഹ ഇങ്ങനെ എഴുതുന്നു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ
നമുക്ക് വേണ്ടി ക്രിസ്തു മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കാൽവറി ദൈവ സ്നേഹത്തിന്റെ പ്രദർശനശാലയാണ്. ദൈവം ലോകത്തെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് ദൈവം ലോക മനസാക്ഷിക്ക് സമ്മതമാം വണ്ണം ബോധ്യപ്പെടുത്തിയ ഇടം യേശുവിൻ്റെ കാൽവറിയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മെ അത്രയ്ക്ക് സ്നേഹിച്ചു. തിരുവെഴുത്ത് അതാണ് പറയുന്നത്, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം അത്രയ്ക്ക് സ്നേഹിച്ചു. അത്രയ്ക്ക് നമ്മെ സ്നേഹിപ്പാൻ ഉലകത്തിൽ ഒരു പുരുഷനുമാവില്ല. അത്രയ്ക്ക് നമ്മെ സ്നേഹിപ്പാൻ ഉലകത്തിൽ ഒരു സ്ത്രീക്കുമാവില്ല. ദൈവ സ്നേഹത്തിന്റെ ആഴം, അതിന്റെ ഉയരം, അതിന്റെ നീളം, അതിന്റെ വീതി അത് ഗ്രഹിപ്പാൻ ഒരു മനുഷ്യന്റെയും ബുദ്ധിക്ക് ആവില്ല. അതിനപ്പുറം അപരിമേയമായ അതിരില്ലാത്ത സ്നേഹമത്രേ ദൈവം എന്നോടും നിങ്ങളോടും കാണിച്ചത്. ആ സ്നേഹത്തിന്റെ പ്രദർശനശാലയത്രേ കാൽവറി ക്രൂശ്. ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ആ ഭാഗത്തിൽ നിന്ന് വായിച്ച വേദഭാഗത്തിന്റെ കാതലായ ചില ചിന്തകളിലേക്ക് വീണ്ടും വരട്ടെ. Every day we need to go to Calvary, where the sinless and spotless lamb was crucified. Hallelujah. ഓരോ ദിവസവും യേശുവിൻ്റെ കാൽവറിയുടെ അരികിലേക്ക് നാം വരണം. അവിടെയാണ് പാപമില്ലാത്ത, പാപം എന്തെന്നറിയാത്ത, ലോക സ്ഥാപനത്തിനു മുന്നമേ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി അകൃത്യയാഗമായി തീർന്ന ഇടം യേശുവിന്റെ കാൽവറിയാണ്. 2 കൊരിന്ത്യർ 5:21 പൗലോസ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, പാപം എന്തെന്നറിയാത്തവൻ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. പാപം എന്തെന്നറിയാത്ത, പവിത്രതയിൽ കിടയറ്റ, വെളിച്ചം പോലെ നിർമ്മലനായ, നീതിമാനായ, അതിപരിശുദ്ധനായ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപമാക്കപ്പെട്ട ഇടം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ കാൽവറി, അതിനെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞ വാക്ക് ഞാൻ മുൻ സൂചിപ്പിച്ചത്. യെശയ്യാ 53:5 വീണ്ടും ആവർത്തിക്കട്ടെ. He was wounded for our transgression. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യം നിമിത്തം അവിടുന്ന് തകർന്നു. പായാനും നിങ്ങളും പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും ഏറ്റെടുക്കേണ്ട സ്ഥാനത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും തന്റെ മേൽ യേശു ഏറ്റെടുത്ത് ക്രൂശിതനായ ഇടമത്രേ കാൽവറി. അവന്റെ കാലുകൾ, അവന്റെ കൈകൾ മരത്തോട് ചേർത്ത് ആണിയാൽ തുളയ്ക്കപ്പെട്ടത് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, every nail driven to his body was for our sins. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ്റെ കരങ്ങളിലും കാലുകളിലും അടിച്ചിറക്കിയ ഓരോ ആണിയും എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അടിക്കുന്നവർക്ക് തൻ്റെ മുതുകും, രോമം പിടിച്ചു പറിക്കുന്നവർക്ക് യേശു തൻ്റെ മുഖവും കാണിച്ചു കൊടുത്തു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അവൻ്റെ പുറം ചാട്ടവാറുകൊണ്ട് റോമൻ പടയാളികൾ അടിച്ചു മുറിവേൽപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ, ഈ ശബ്ദവീചികയ്ക്കുള്ളിൽ, ഓൺലൈനിൽ ഈ വചനം ശ്രദ്ധിക്കുന്ന സകലരുമേ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, every stripe upon his back was for our sin. നമ്മുടെ യേശുവിൻ്റെ പുറത്ത് അവൻ ഏറ്റുവാങ്ങിയ ഓരോ അടിയും എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു.
ഹല്ലേലൂയ. ഫലസ്തീനിലെ നീണ്ട 70 മുൻലാണികൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു മുൾക്കിരീടം യേശുവിൻ്റെ ശിരസിന്മേൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിച്ചിറക്കിയപ്പോൾ അവൻ്റെ നെറ്റിത്തടത്തിലൊക്കെ ആഴ്ന്നിറങ്ങിയ ആ മുള്ളാണികൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, every thorn that pierced his brow was for our sin. അവൻ്റെ നെറ്റിത്തടത്തിലൊക്കെ ആഴ്ന്നിറങ്ങിയ ഓരോ മുള്ളാണികളും എൻ്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടിയായിരുന്നു. തീർന്നില്ല. യേശു ക്രൂശിൽ 6 മണിക്കൂറായി തൂങ്ങിക്കിടക്കുകയാണ്. ഒടുവിൽ റോമൻ പടയാളി ഒരു കുന്തവുമായി വന്ന് അവന്റെ വിലാപ്പുറത്ത് കുത്തി. രക്തവും വെള്ളവും വാർന്നൊഴുകി. അതിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, the spear thrust into his side was for our sin. Hallelujah. അവന്റെ വിലാപ്പുറത്ത് കുത്തിയിറക്കിയ ആ റോമൻ പടയാളി കുത്തിയിറക്കിയ കുന്തം, അവൻ ഏറ്റുകൊണ്ട ആ മുറിവ് അതെന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവാംഗം രക്താഭിഷിക്തനായി ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ ഇന്ന് രാത്രി ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ഒരു നേർക്കാഴ്ചയായിട്ട് ഇന്ന് രാത്രി അകത്തെ കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തിന് ഇന്ന് രാത്രി മഹത്വം കൊടുക്കുവാൻ ദൈവജനത്തിന് ഇടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ 6 മണിക്കൂറായി യേശു ക്രൂശിന്മേൽ കിടക്കുകയാണ്. സസ്പെൻഡഡ് ബിറ്റ്വീൻ ഹെൽ ആൻഡ് ഹെവൻ. നരകത്തിനും സ്വർഗത്തിനും മധ്യേ യേശു മരക്കുരിശിൽ ഇതാ ക്രൂശിതനായി കിടക്കുകയാണ്. ഈ ഭൂമിയിൽ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി കർത്താവായ യേശു പൂർത്തീകരിച്ചു. പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ, സമാധാനമില്ലാതെ അകന്നു പോയ മനുഷ്യനെ ക്രൂശിൽ യേശു പിതാവായ ദൈവത്തോട് നരപ്പിച്ചു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായുള്ള യാഗം യേശു ക്രൂശിൽ നിവർത്തിച്ചു. ഹല്ലേലൂയ. യേശു തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് മാളിക മുറിയിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച വചനങ്ങൾ ചിലത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനയാണ്, പിതാവേ, ഏതൊരു ദൗത്യത്തിനായി അങ്ങനെ നിയോഗിച്ചയച്ചുവോ ആ പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. വീണ്ടും അതിൻ്റെ 6-ാം വാക്യം യേശു പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. വീണ്ടും അതിൻ്റെ 8-ാം വാക്യം യോഹന്നാൻ 17:8, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. അതിൻ്റെ 13-ാം വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. യോഹന്നാൻ 17:13. യേശു പറയുക, ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. I am coming to you now. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. He was ready to return to his father. കർത്താവായ യേശു പിതാവിന്റെ മാർവിടത്തിൽ ചാപ്പിയായിരുന്നവൻ
ദൂതന്മാരുടെ ആരാധ്യനായവൻ സ്വർഗത്തിന്റെ മഹത്വം ഒരു വേള മാറ്റിവെച്ചിട്ട് എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യവേഷമെടുത്ത് ഈ ഭൂമിയിൽ വന്ന ദൈവത്തിന്റെ പ്രത്യക്ഷതയായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ താൻ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം പദ്ധതി ചെയ്ത സകല പ്രവർത്തികളും നിവർത്തിച്ച അനന്തരം യേശു പറയുക, ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. I am coming to you now. Hallelujah. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എന്നിട്ടാണ് യേശു ഇത് പറയുന്ന, ഒടുവിൽ പറയുന്ന, ഫാദർ into your hands. യേശു മാളിക മുറിയിൽ വെച്ച് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ ഭാഗത്തോട് ചേർത്തു വേണം യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ അന്തിമ മൊഴി നാം ശ്രദ്ധിക്കേണ്ടത്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ് ഏറ്റവും ഒടുവിലായി, ഫാദർ into your hands I commit my spirit. പിതാവേ, തൃക്കൈയിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 7 മൊഴികൾ, അതിലേറ്റവും ഒടുവിലത്തെ മൊഴിയാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. അതിനെല്ലാം അത്രമേൽ പ്രാധാന്യമുണ്ട്. യേശുവിൻ്റെ ഈ വാക്കുകൾക്ക് കിൻഡൽ തൂക്കമുണ്ട്. യേശുവിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥതലം അത് വിവരിക്കുക മനുഷ്യനാൽ അസാധ്യമാണ്. എന്നാൽ ഇന്ന് രാത്രി പരിമിതമായ സമയം കൊണ്ട് എനിക്ക് ഈ വചനത്തിൽ നിന്ന് ലഭിച്ച ചിന്തകൾ ഞാൻ തുടർന്ന് നിങ്ങളോട് പങ്കുവെക്കട്ടെ. യേശു പറഞ്ഞ, ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞ മൊഴിയുടെ അന്ത്യമൊഴിയുടെ പ്രാധാന്യം. നമ്പർ 1, ഫ്രം ദ ഹാൻഡ്സ് ഓഫ് മെൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഫാദർ. മനുഷ്യരുടെ കയ്യിൽ നിന്ന് പിതാവിൻ്റെ കയ്യിലേക്ക്. യേശു പറയുന്നു, പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ഗത്സമനയിൽ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തിരുവഴുത്തിൽ നമുക്ക് കാണാം. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ പ്രത്യേകാൽ നാം കാണുന്നുണ്ട്. മറ്റു ഭാഗങ്ങളിലുമുണ്ട്, സുവിശേഷങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ഗത്സമനയിൽ പ്രാർത്ഥിപ്പാൻ പോയി അവൻ്റെ ഉള്ളം വ്യാകുലപ്പെടുവാൻ തുടങ്ങി. യേശു തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിപ്പോയി പത്രോസിനോടും കൂട്ടരോടും പറഞ്ഞു, നിങ്ങളിവിടെ ഉണർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളിവിടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കുക, ഇവിടെ ഇരിക്കുക, ഞാൻ പോയി പ്രാർത്ഥിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. യേശു ഗത്സമനയിൽ പ്രാർത്ഥിപ്പാൻ പോയി. യേശു പ്രാർത്ഥിച്ച് അനന്തരം യേശു മടങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നതായി കണ്ടു. മത്തായി 26:45 പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന്, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ, നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. The Son of Man is betrayed into the hands of sinners. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ 12 മണിക്കൂറായി യേശു പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. യേശു സ്വയമേവ ഏൽപ്പിച്ചതാണ്. ശ്രദ്ധിക്കുക, യേശു പാപികളുടെ കയ്യിൽ യേശുവിനെ ഏൽപ്പിച്ചു. അവർക്ക് ചെയ്യാവുന്നതെല്ലാം ലോകം യേശുവിനോട് ചെയ്തു. ആ യേശുവിനെ അവർ നിന്ദിച്ചു, അവനെ അവർ പരിഹസിച്ചു, അവനെ അവർ ചാട്ടവാറ് കൊണ്ട് അടിച്ചു, അവന്റെ മുഖത്ത് കന്നത്ത് മുഷ്ടി ചുരുട്ടി അവരടിച്ചു, അവന്റെ മുഖത്തെ രോമങ്ങൾ അവർ പിടിച്ചു പറിച്ചു. അവനെ യേശുവിനെ അവർ അവന്റെ മുഖത്ത് തുപ്പി അവനെ നിന്ദിച്ചു. യേശു ക്രിസ്തു സഹിച്ചത് പിന്നീട് അങ്ങോട്ട് 12 മണിക്കൂർ ലോകത്തിലൊരു മൃഗത്തോട് പോലും ചെയ്യരുതാത്ത വിധം
ലോകം അത്രമേൽ ക്രൂരത യേശുവിനോട് കാണിച്ചു. ഹല്ലേലൂയ. യേശു അതൊക്കെയും നമുക്ക് വേണ്ടി സഹിച്ചു. 12 നീണ്ട മണിക്കൂർ ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും ഹെരോദാവിൻ്റെയും പീലാത്തോസിൻ്റെയും സന്നിധിയും സംഘത്തിൻ്റെയും ഒക്കെ മുൻപിൽ യേശു വിസ്തരിക്കപ്പെട്ടു. ഒരു കുറ്റവാളിയെ പോലെ യേശു വിസ്തരിക്കപ്പെട്ടു. ഒടുവിൽ അവനെ ക്രൂശിൽ തറച്ച് കാൽവരിയിൽ പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് അവന്റെ ക്രൂശ് എടുത്തിട്ടു. ക്രൂശിൽ കർത്താവ് 6 മണിക്കൂർ ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഒടുവിൽ തൻ്റെ പ്രാണൻ പോകുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിക്കുകയാണ്, ഫാദർ, into your hands I commit my spirit. പിതാവേ, നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, മനുഷ്യരുടെ കയ്യിൽ നിന്ന് പിതാവിൻ്റെ കരങ്ങളിലേക്ക്. വാട്ട് എ കോൺട്രാസ്റ്റ്! എന്തു വലിയ വ്യത്യാസമാണ്! മനുഷ്യരുടെ കയ്യിൽ നിന്ന് പിതാവിൻ്റെ കയ്യിലേക്ക്. ഇനി ഒരിക്കലും ലോകം അവനെ നിന്ദിക്കില്ല. ഇനി ഒരിക്കലും ലോകം അവനെ പകയ്ക്കില്ല. ഇനി ഒരിക്കലും ലോകം ഒരു ദോഷവും അവനോട് ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം for now he is in the hand of God the Father. ഇപ്പോൾ എൻ്റെ കർത്താവ് പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ അവൻ ഭരമേൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഈ വചനം ഞാൻ വിളിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവമായ ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് ഒരിക്കലായി പരിഹാരം വരുത്തിയ ശേഷം അവൻ പിതാവിന്റെ സന്നിധിയിൽ മഹിമയുടെ വലതുഭാഗത്ത് അവൻ ഇന്ന് വാഴുന്നു. ഒരു ദിവസം ഇനിയും വരാൻ പോകുന്നു. യേശുവിന്റെ മടങ്ങി വരവെങ്കിൽ സകല ലോകവും പിതാവായ ദൈവം അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. സകല ലോകത്തെയും വിശുദ്ധ ബൈബിൾ പറയുന്നത് ഏതു മുഴങ്കാലും അവന്റെ മുൻപിൽ മടങ്ങും, ഏതു നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് അന്ന് ഏറ്റുപറയും. ഏതു നിരീശ്വരവാദിയും ഏത് യുക്തിവാദിയും ഹല്ലേലൂയ ക്രിസ്തു കാൽവറിയിൽ മാനവ മക്കൾക്ക് വേണ്ടി വരുത്തിയ ഇത്ര വലിയ ആത്മരക്ഷ അഗണ്യമായി വിചാരിക്കുന്ന സകലരുമേ, ദേശമേ, കുടുംബമേ, രാജ്യമേ, ഹല്ലേലൂയ, ഏവരുടെയും മുഴങ്കാൽ ഒരു ദിവസം യേശുവിൻ്റെ മുമ്പിൽ മടങ്ങും. സത്യവേദപുസ്തകം അത് വിളിച്ചു പറയുക. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അന്ന് ലോകം യേശുവിനെ ക്രൂശിച്ചു. യേശുവിനെ ന്യായവിസ്താര സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. എന്നാൽ ഒരു ദിവസം വരുന്നു, ന്യായവിധി മുഴുവനും പിതാവ് പുത്രന് ഏൽപ്പിച്ചിരിക്കുന്ന ദിവസം. സകല മനുഷ്യരും അവന്റെ മുൻപാകെ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. എബ്രായ ലേഖനം 9:27 ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. It is appointed unto men once to die. ഒരിക്കൽ മരിക്കണം, പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അത് മാറ്റമില്ലാത്ത നിയമമാണ്. സകലരും അവന്റെ മുൻപാകെ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അന്ന് ലോകം വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്ക, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. എന്നാൽ
ഇനി ഒരു ദിവസം വരുന്നു കർത്താവിൻ്റെ മുൻപാകെ. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു ക്രൂശിൽ വരുത്തിയ രക്ഷ, അതിൻ്റെ പ്രാധാന്യത തിരിച്ചറിഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത സകലരോടും എൻ്റെ കർത്താവ് വിളിച്ചു പറയും, ഡിപ്പാർട്ട് ഫ്രം മീ, എന്നെ വിട്ടു പോവുക. പിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ എൻ്റെ യേശു മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. എന്നാൽ ഇനി ഒരു ദിവസം വരുന്നു, സകല മനുഷ്യർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ദിവസം. അന്ന് അവൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ ലജ്ജ കൂടാതെ അവൻ്റെ മുമ്പാകെ നിൽപ്പാൻ കഴിയേണ്ടതിന് ഇന്ന് രാത്രി കർത്താവായ യേശുവിനെ ജീവിതവൃത്തത്തിൽ രക്ഷകനായി, ദൈവമായി, കർത്താവായി, ആത്മനാഥനായി, എല്ലാറ്റിനുമെല്ലാമായി ഏറ്റുകൊള്ളുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. ഞാൻ ആ വാക്കൊന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് മറ്റൊരു ചിന്തയിലേക്ക് വേഗം പോയി. എനിക്ക് ലഭിച്ച അടുത്ത 15 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ സന്ദേശം പരിമിതപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു പ്രാർത്ഥിക്കുന്ന, ഫാദർ, into your hands. പിതാവേ, തൃക്കൈയിൽ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. These are words of faith and trust. യേശുവിൻ്റെ ഈ വാക്കുകൾ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്, ആശ്രയത്തിൻ്റെ വാക്കുകളാണ്. ഞാൻ അതിനോട് ഒന്ന് കൂട്ടിച്ചേർക്കുവാൻ ഒരു വാക്യം ബൈബിളിൽ നിന്ന് എടുക്കട്ടെ. യഹൂദന്മാരുടെ ഇടയിലെ സ്ത്രീകൾ, അമ്മമാർ, യഹൂദ അമ്മമാർ, അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ശൈശവ ദശയിൽ അവർക്കറിയ ഏകദേശം ഒരു തിരിച്ചറിവ് പ്രായമാകുമ്പോൾ വീട്ടിൽ ഈ അമ്മമാരെല്ലാം രാത്രിയിൽ കഴിക്കുന്ന സന്ധ്യാപ്രാർത്ഥനയുണ്ട്. ആ സന്ധ്യാപ്രാർത്ഥനയിൽ യഹൂദ അമ്മമാര് തങ്ങളുടെ കുഞ്ഞു മക്കളുടെ 2 കരവും കൂടെ കൂപ്പി പിടിച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് സങ്കീർത്തനം 31:5 രേഖപ്പെടുത്തിയിരിക്കുന്നു. അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇതാ: നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്ത ദൈവമായ കർത്താവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ പ്രാർത്ഥന ഓരോ യഹൂദ അമ്മമാരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ, ബാലകന്മാരെ, ബാലികമാരെ അവരുടെ കൈകൂപ്പി അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്തദൈവമായ യഹോവേ, വിശ്വസ്തദൈവമായ കർത്താവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, യേശു ഒരു ബാലകനായിരുന്നപ്പോൾ ഉണ്ണി യേശുവിൻ്റെ കൈകൾ ഇങ്ങനെ കൂപ്പിപ്പിടിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ അമ്മയായ മറിയ എത്രയോ തവണ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ 2 കരങ്ങളും ലോകത്തിന് നേരെ വിരിക്കപ്പെട്ടിട്ട് യേശു കഴിക്കുന്ന പ്രാർത്ഥനയാണ്: പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്, ഇത് ആശ്രയത്തിൻ്റെ വാക്കുകളാണ്. ഹല്ലേലൂയ. ഫാദർ, into your hands I commit my spirit. പിതാവേ, തൃക്കൈയിൽ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. കമ്മിറ്റ്, ഏൽപ്പിക്കുന്നു എന്ന വാക്ക് ഞാൻ അതിൻ്റെ അർത്ഥം പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു അർത്ഥതലം കണ്ടു. ഈ ടു എൻട്രസ്റ്റ് ടു ദ കെയർ ഓഫ്, സൂക്ഷിപ്പാനായി ഭരമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഫോർ സേഫ് കീപ്പിംഗ്, സുരക്ഷിതമായി കാക്കേണ്ടതിന്. ഇവിടെ ഒരു സന്ദേശം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ: എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ
കർത്താവിൻ്റെ കരങ്ങളിൽ നീ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നതിനെ സൂക്ഷിക്കുവാൻ എൻ്റെ ദൈവം അന്നും ഇന്നും എന്നും ശക്തനാണ്. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ അവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ ദൂരെ പഠിക്കുന്ന നിന്റെ മകനെ മകളെ, അന്യരാജ്യത്തായിരിക്കുന്ന നിന്റെ ഉദരഫലത്തെ, നിന്റെ ഭർത്താവിനെ, ഭാര്യയെ, സിബ്ലിങ്സിനെ, ആരെയുമാകട്ടെ, ഇന്ന് രാത്രി ആ കരങ്ങളിലൊന്ന് സമർപ്പിച്ചാൽ ആ കരങ്ങൾ നമ്മെ സൂക്ഷിപ്പാൻ ശക്തമാണ്. ഹല്ലേലൂയ. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ആ ചിന്തയെ ഒന്നുകൂടെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് അതിനെ വിശദീകരിച്ച് താൻ പറയുന്ന ഒരു വാക്യം ഇതിനോട് ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം പൗലോസ് പറയുകയാണ്, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ആ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിനെ സൂക്ഷിപ്പാൻ അവിടുന്ന് ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആ ഉറപ്പുള്ളവർ കരങ്ങളെ ഉയർത്തി ഒന്ന് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുമോ? ഹല്ലേലൂയ. അതിനോട് ചേർത്ത് യേശു പറഞ്ഞ വാക്കുകൾ തങ്കലിപികളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ, യോഹന്നാൻ 10:27, 28, 29 വാക്യങ്ങൾ. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. അവയെ എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ പിതാവ് സകലരിലും വലിയവൻ, അവൻ്റെ കയ്യിൽ നിന്ന് അതിനെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ദൈവജനത്തെ, അവരെ ആ കരങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ, അവർക്ക് ദോഷം വരുത്തുവാൻ ഒരു നരക ശക്തികൾക്കും ആവില്ല, ദുഷ്ടശക്തികൾക്ക് ആവില്ല. വിശ്വസിക്കുന്നവർ ഒരു പ്രാവശ്യം കൂടെ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചിന്ത കൂടെ ഞാൻ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. യേശുവിന് കഴിക്കുന്ന പ്രാർത്ഥന, ക്രൂശിലെ അന്ത്യമൊഴി. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഫാദർ, into your hands I commit my spirit. എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? ശ്രദ്ധിക്കുക. Into your hands speaks of Christ's attitude toward death. നിന്റെ കയ്യിൽ എന്ന ആ പ്രയോഗം എടുക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. പിതാവേ, നിന്റെ കയ്യിൽ, തൃക്കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കും. Into your hands. ഇത് മരണത്തോട് യേശു എങ്ങനെയാണ് മരണത്തെ സമീപിക്കുന്നത് എന്ന് നമ്മെ വിളിച്ചറിയിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും കടന്നു പോകുന്ന വഴിയിലൂടെ നമ്മുടെ കർത്താവും കടന്നുപോയി. ഏത്? നേരത്തെ ഞാൻ ഉദ്ധരിച്ച വചനം എബ്രായർ 9:27. ഒരിക്കൽ മരണം ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യനായി വന്ന, ജഡാവതാരമെടുത്ത ക്രിസ്തു, ദൈവം മനുഷ്യനായി വന്ന, മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ പ്രത്യക്ഷതയായ ക്രിസ്തു മനുഷ്യനായി തീർന്നപ്പോൾ അവൻ നാം പോകേണ്ടുന്ന എല്ലാ ജീവിതാനുഭവങ്ങളിലൂടെ അവൻ പോയി. പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു.
ഹലോ, എബ്രായ ലേഖനം 2:15 താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. നമ്മെ പോലെ പരീക്ഷകളിലൂടെ കടന്നുപോയവൻ ഒടുവിൽ മരണവും നമ്മെ പോലെ അനുഭവിക്കുക. ആ മരണത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതാണ് നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന വചനത്തിൽ നിന്ന് നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നത്. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ ക്രൂശ് മരണം, ഇറ്റ് വാസ് എ ക്രൈസിസ്, ബട്ട് ഇറ്റ് വാസ് നോട്ട് എ കാറ്റാസ്ട്രോഫി. യേശുവിൻ്റെ ക്രൂശ് മരണം അതൊരു വലിയ ബുദ്ധിമുട്ടേറിയ സംഭവമായിരുന്നു, പക്ഷേ അതൊരു ദുരന്തമായിരുന്നില്ല. യേശുവിൻ്റെ ക്രൂശ് മരണം ഭയാനകമായ ഒരന്ത്യമായിരുന്നില്ല, അത് മഹത്വപൂർണമായ ഒരാരംഭമായിരുന്നു. യേശുവിൻ്റെ കുരിശു മരണം നിന്ദ്യമായ ഒരു പരാജയമായിരുന്നില്ല, അത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിജയഗാഥയായിരുന്നു യേശുവിൻ്റെ ക്രൂശ് മരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നമ്മെ പോലെ മരണം ആസ്വദിക്കുകയാണ്. He tasted death. മരണം അവൻ ആസ്വദിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചിട്ട് നിങ്ങളോട് പറയട്ടെ. ഒരിക്കൽ മരണം ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലാവരും രണ്ട് കാതും തുറന്ന് കേൾക്കുക. വി ഹാവ് എൻ അപ്പോയിൻമെന്റ് വിത്ത് ഡെത്ത്. മരണവുമായി നമുക്കൊരു കൂടിക്കാഴ്ചയുണ്ട്. ഇവിടെ ഇരിക്കുന്ന സകലർക്കും, പ്രസംഗിക്കുന്ന എനിക്ക്. നമ്മൾ പറയാറുണ്ടല്ലോ, നാളെ ഡോക്ടറുമായിട്ട് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന്, കൂടിക്കാഴ്ചയുണ്ട്. മരണവുമായിട്ട് എല്ലാവർക്കും ഒരു കൂടിക്കാഴ്ചയുണ്ട്. ഹല്ലേലൂയ. മാസിഡോണിയയുടെ ചക്രവർത്തിയായിരുന്ന ഫിലിപ്പ് രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഒരടിമയെ പ്രത്യേകം ഒരു ജോലിക്ക് വേണ്ടി ആക്കിയിരുന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. ആ അടിമയുടെ ജോലി ഓരോ ദിവസവും ഫിലിപ്പ് ചക്രവർത്തി എഴുന്നേറ്റ് വരുമ്പോൾ ഈ അടിമ ചെന്ന് ഒരു ശങ്കയും കൂടാതെ ചക്രവർത്തിയോട് പറയണം, റിമെമ്പർ ഫിലിപ്പ്, യു മസ്റ്റ് ഡൈ. അല്ലയോ ഫിലിപ്പേ, നീ മരിക്കേണ്ടതാകുന്നു. ഇത് ഓർമ്മപ്പെടുത്തുവാൻ ഈ അടിമയെ ഫിലിപ്പ് ചക്രവർത്തി കൊട്ടാരത്തിലാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. വാക്കും ഭാഷണവും കൂടാതെ ഈ അടിമ നമ്മുടെയും പുറകിലുണ്ട്. നാം ആ ശബ്ദം കേൾക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വി ഹാവ് an appointment with death. മരണവുമായി നമുക്ക് ഒരു കൂടിക്കാഴ്ചയുണ്ട്. അങ്ങനെയെങ്കിൽ how then we shall face this hour. അങ്ങനെയെങ്കിൽ മരണത്തിൻ്റെ ഈ നാഴികയെ ഞാനും നിങ്ങളും എങ്ങനെ അഭിമുഖീകരിക്കും? ഞാൻ നിങ്ങളോട് പറയുന്നു, if we have walked with Christ in life, we will walk with him in death. ജീവിച്ചിരിക്കുമ്പോൾ നാം യേശുവിനോട് കൂടെയാണ് നടക്കുന്നതെങ്കിൽ മരണത്തിൽ നാം നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും. ഞാൻ ആവർത്തിക്കുന്നു, our death shall be like our life. നമ്മുടെ ജീവിതം പോലെ ആയിരിക്കും നമ്മുടെ മരണം. നാം എങ്ങനെ ജീവിച്ചു എന്നുള്ളത്. If we have walked with God in life, we will walk with him in death. ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനോട് കൂടെ നടക്കുമെങ്കിൽ മരണത്തിൽ നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. ഹലോ, യേശുവിനോട് കൂടെയാണോ നമ്മുടെ നടപ്പ്? സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യേശുവിനോ ജീവിതത്തിൽ ഏറ്റുകൊണ്ട് യേശുവിൻ്റെ പ്രബോധനം നെഞ്ചിലേറ്റി യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ദിനം പ്രതി നടക്കുന്നവനെ, ഹല്ലേലൂയ, മരണത്തിൽ നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. D.L. മൂഡി
ഒരു കാലത്ത് ദൈവം ഉപയോഗിച്ച ഉണർവ് പ്രസംഗകൻ, അദ്ദേഹം തൻ്റെ ജീവിതാന്ത്യത്തിൽ തൻ്റെ അടുക്കൽ നിന്നവരോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വൺ ഡേ യു ഷാൽ റീഡ് ഇൻ ദ ന്യൂസ് പേപ്പർ ദാറ്റ് D.L. മൂഡി ഈസ് ഡെഡ്. ഒരിക്കൽ നിങ്ങൾ വർത്തമാന പത്രത്തിൽ വായിക്കും D.L. മൂഡി മരിച്ചുപോയി എന്ന്. എന്നല്ല പിന്നീട് അദ്ദേഹം പറയാ, ഡോണ്ട് ബിലീവ് ഇറ്റ്, അത് നിങ്ങൾ വിശ്വസിക്കരുത്. D.L. മൂഡി പറയുക, ഐ ഷാൽ ബി മോർ alive than I have ever been. അന്നായിരിക്കും ഞാൻ മറ്റെന്നത്തെക്കാളും അധികം ജീവിക്കുന്നത്. യേശുവിൻ്റെ വാക്കുകളിലൂടെ അതിനോടൊന്ന് കോറിലേറ്റ് ചെയ്ത് ചേർത്ത് നാം ചിന്തിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാ. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇവരൊക്കെ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചു. അവരുടെ ശരീരം മണ്ണിനോട് ചേർന്നു. എന്നാൽ അവരുടെ ആത്മാവ് പിതാവിൻ്റെ സന്നിധിയിൽ എന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതാണ്. ജെയിംസ് സ്റ്റുവർട്ട് എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞതും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ആ പെൺകുട്ടിയുടെ അമ്മ മരിച്ചുപോയി, അപ്പനും മോളും മാത്രം. ആ പെൺകുട്ടി ഓരോ രാത്രിയിലും ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോകുമ്പോൾ ആ മകൾ അപ്പനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഗുഡ് നൈറ്റ് ഫാദർ, ഐ വിൽ സീ യു ഇൻ ദ മോർണിംഗ്. ശുഭരാത്രി അപ്പാ, ശുഭരാത്രി, ഞാൻ പ്രഭാതത്തിൽ അങ്ങയെ കാണാം. ഇത് പറഞ്ഞാണ് ഉറങ്ങാൻ പോകുന്നത്. കുറേ കാലം കഴിഞ്ഞു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പെൺകുട്ടി ഒരു മാരക രോഗത്തിന് അടിമപ്പെട്ടു. അവൾ മരണാസന്നയായി കിടക്കുകയാണ്. അവൾ മരിക്കുന്നതിന് മുമ്പ് അവിടെ ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പന് നോക്കി, അവൾക്ക് ശബ്ദമെടുക്കാൻ, ഷി വാസ് നോട്ട് ഏബിൾ ടു വോയിസ് ഔട്ട്, അവൾക്ക് ശബ്ദമെടുക്കാൻ കഴിയുന്നില്ല. അപ്പൻ തൻ്റെ കാത്, ചെവി ആ മകളുടെ അധരത്തിന് അരികിലേക്ക് വെച്ചു. അപ്പോൾ നേർത്ത സ്വരത്തിൽ ആ മകളപ്പനോട് പറഞ്ഞു, ഗുഡ് നൈറ്റ് ഫാദർ, ഐ വിൽ സീ യു ഇൻ ദ മോർണിംഗ്. ശുഭരാത്രി, രാവിലെ ഞാൻ നിന്നെ കാണും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മരണം ഇതാകണമെങ്കിൽ ദാവീദിനോട് ചേർന്ന് നമുക്കും പറയുവാൻ കഴിയണം. സങ്കീർത്തനം 23:4, കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ഇംഗ്ലീഷിൽ ആ വാക്ക് ഇങ്ങനെയാണ്, ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, ഐ വിൽ ഫിയർ നോ ഈവിൾ ബിക്കോസ് യു ആർ വിത്ത് മീ. മരണ നിഴലിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഞാൻ ഒരു വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്നെ വളരെ ആകർഷിച്ച ഒരു വാക്കാണ്. അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് പറഞ്ഞു, ക്രൈസ്റ്റ് ടേൺസ് ഓൾ അവർ സൺസെറ്റ്സ് ഇൻടു ഡോൺ. ക്രിസ്തു നമ്മുടെ ഓരോ സൂര്യാസ്തമയങ്ങളെയും പ്രഭാതമാക്കി മാറ്റുന്നു. മരണം സൂര്യൻ അസ്തമിക്കുന്നതിന് തുല്യമാണ്. ആ സൂര്യാസ്തമനത്തെ പുനരുത്ഥാനത്തിൻ്റെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സുപ്രഭാതമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ സത്യവേദ പുസ്തകം നമുക്ക് ഉറപ്പ് തരികയാണ്. ആ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയിൽ ജീവിപ്പാൻ, യേശുവിനോട് കൂടെ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഇന്ന് വരെ ജീവിച്ചിരുന്ന ഏറ്റവും മികവാർന്ന വ്യക്തിത്വത്തിൻ്റെ അന്ത്യവാക്കുകൾ, the end of the greatest life ever lived here on earth, ഈ ഭൂമിയിൽ ജീവിച്ച സകല മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും മികവാർന്ന വ്യക്തിത്വം ആ കർത്താവ് തൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഒടുവിൽ താൻ പറഞ്ഞ വാക്കുകളാണ്. പിതാവേ,
എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഈ സന്ദേശം പൂർണ്ണമാകില്ല. ഇത് ഞാൻ കുറേ കട്ട് ഷോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ ഒടുവിൽ 3 വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന ആളുകൾക്കുണ്ടായ പ്രതികരണം. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഒരു 40-45 മിനിറ്റ് കാൽവറിയുടെ ക്രൂശിനരികിലേക്ക്, യേശുവിൻ്റെ ക്രൂശിനരികിലേക്ക് ക്ഷണിച്ചു. നാം ആ ക്രൂശിൻ്റെ ചുവട്ടിലായിരുന്നു ഈ സമയം അത്രയും. അന്ന് ആ ക്രൂശിൻ്റെ ചുവട്ടിലായിരുന്നവരുടെ 3 കൂട്ടരുടെ പ്രതികരണം. ലൂക്കോസ് 23:47 വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുവിൻ്റെ ഈ ക്രൂശിൻ്റെ സന്ദേശം ഇന്ന് രാത്രി കേട്ട സകലരുമേ, ഭൂലോകത്തിലുള്ള സകലരും, ഈ സന്ദേശം ചെവിക്കൊള്ളുന്ന സകലരും ചെയ്യേണ്ടത് ഇതാണ്. This is what all people ought to do. സകലരും ചെയ്യേണ്ടത് ഇതാണ്. യേശുവിനെ ജീവിതത്തിൽ ഏറ്റുകൊണ്ട് അവൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. 2-ാമത്തെ വാക്യം. ഇനി 1 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുക. 48-ാം വാക്യം അവിടെ വായിക്കുന്നു: കാൺമാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. വലിയ ഒരു പുരുഷാരം. They looked but were lost. അവർ നോക്കി കണ്ടു, യേശുവിന് ഭവിച്ചതല്ല. അവർ മാറത്തടിച്ചുകൊണ്ട് അവർ പോയി അവരുടെ വഴിക്ക്. They returned to their old way of life. അവരുടെ പഴയ ജീവിതത്തിലേക്ക്. മദ്യപാന്മാർ മദ്യപാനത്തിലേക്കും, വിഗ്രഹാരാധികൾ വിഗ്രഹാരാധനയിലേക്കും, ലോകസ്നേഹികൾ ലോകത്തിൻ്റെ പുറകിലേക്കും പോയി. ഇന്ന് സുവിശേഷം കേൾക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനം ചെയ്യുന്നത് ഇതാണ്. അത് നമുക്ക് ഭവിക്കാതിരിക്കട്ടെ. 3-ാമത് ഒരു കൂട്ടര്, അതിൻ്റെ 49-ാം വാക്യം. അവൻ്റെ പരിചയക്കാരെല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. ഹല്ലേലൂയ. യേശുവിനെ അനുഗമിച്ചവർ പിന്തുടർന്ന് അവൻ്റെ ശിഷ്യന്മാർ, യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. യേശുവിന് ഭവിച്ചതിൻ്റെ പ്രാധാന്യം തിരുവഴുത്തുകളിൽ നിന്ന് യേശു അവർക്ക് പറഞ്ഞു കൊടുത്തത് അവർക്ക് ബോധ്യമായി. അവർ യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ പ്രാധാന്യം ഗ്രഹിച്ച ശിഷ്യന്മാർ, സ്ത്രീകൾ അന്നത്തെ ലോകത്തിലെമ്പാടും പോയി യേശുവിനെ കുറിച്ച് അവർ പറയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. They went throughout all the world telling the good news. ഈ യേശുവിനെ കുറിച്ചുള്ള സദ്വർത്തമാനം അവർ ലോകത്തോട് അറിയിച്ചു. ഈ കൺവെൻഷനിൽ ക്രൂശിനരികിലേക്ക് വന്ന സകലരുമേ, this is what we must do. ഇന്ന് രാത്രി നാം എല്ലാവരും ചെയ്യേണ്ടത് ഇതാണ്. ഈ യേശുവിനെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക. ലോകരക്ഷിതാവായ യേശുവിനെ, നമ്മുടെ പാപം ക്ഷമിച്ചു തന്നവനെ, മരണത്തിനപ്പുറത്തേക്ക് നിത്യ ജീവന്റെ പ്രത്യാശ ഉള്ളിൽ പകർന്നവനെ ലോകത്തിന് പങ്കുവയ്ക്കുവാനുള്ള ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു.